ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തലയൂരാൻ റെയിൽവേയുടെ ശ്രമം. ജോയിയുടെ മരണത്തിൽ റെയിൽവേക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്ന് DRM മനീഷ് ദബ്ലാൽ. റെയിൽ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂവെന്നും DRM പറഞ്ഞു. It is not that railways is primarily responsible or as you are aware, as I am confirming to you, the railway is not generating this garbage. This garbage is not generated from the railway station. This garbage is coming from the upstream. So the area is enclosed, the open area of the canal. You cannot throw anything inside the canal. You will have to throw 15 feet high and then only it can fall. So this waste is not from the station. The station waste is collected in bags and it is then given to the accredited agencies. നിർഭൻ ചേരുന്നു. നിർഭൻ, നേരത്തെ തന്നെ റെയിൽവേ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് തങ്ങൾ അറിഞ്ഞില്ല ഈ തോട് വൃത്തിയാക്കാൻ ഇവർ എത്തുന്ന വിവരം, തങ്ങൾ അനുമതി നൽകിയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായി DRMന്റെ വിശദീകരണം വരികയാണ്. നിർഭൻ, ഷമി, തമ്പാനൂർ ടണലിലുള്ള അപകടത്തിൽ കോടതിയിൽ നിന്ന് വലിയ പ്രഹരമേറ്റിട്ടും റെയിൽവേക്ക് വലിയ തരത്തിൽ മനംമാറ്റം ഉണ്ടായിട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇന്ന് ദക്ഷിണ മേഖല റെയിൽവേയുടെ DRMന്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അദ്ദേഹം പഴയ നിലപാട് ഇന്നും റെയിൽവേയുടെ നിലപാട് ആവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അപകടത്തിൽ റെയിൽവേക്ക് ഉത്തരവാദിത്തമില്ല എന്ന ആവർത്തനമാണ് ഇന്ന് DRM നടത്തിയത്. ജോയിയുടെ അമ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും അതേ ഉരുണ്ടുകളി ഇന്ന് DRMന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം കോടതിയിൽ ഈ വിഷയം ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു മുൻകരുതൽ കൂടി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം ഇതനുസരിച്ചുള്ള ഈ സംഭവം സംബന്ധിച്ച മാധ്യമപ്രവർത്തക ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം റെയിൽവേ പൂർണ്ണമായി ന്യായീകരിക്കുന്ന മറുപടിയാണ് നൽകിയത്. കാരണം അവിടെ മാലിന്യം അകത്ത് നിന്ന് ഉള്ള മാലിന്യമല്ല, അതായത് പുറത്ത് നിന്ന് വരുന്ന മാലിന്യമാണ്. ഒപ്പം തന്നെ അത് സംബന്ധിച്ച ഈ 170 മീറ്റർ നീളം വരുന്ന പ്രദേശം മാത്രമാണ് റെയിൽവേയുടെ അധീനതയിൽ വരുന്നത്. അവിടുത്തെ ഇടുങ്ങിയ പ്രദേശമാണ്. അതിനകത്ത് മാലിന്യം സംഭരിക്കുന്നതിനേക്കാൾ, കടന്നുപോകുന്ന മാലിന്യത്തെക്കാൾ ഇരട്ടിയോളം വരുന്ന മാലിന്യം അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് റെയിൽവേ അധീനതയുള്ള പ്രദേശത്ത് മാലിന്യ നിക്ഷേപം അവരായി നടത്തുന്നുമില്ല. ആ വലിയ ഫെൻസിങ് കെട്ടിയിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുറത്തു നിന്ന് വന്ന മാലിന്യമാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് കാരണമായി മാറിയത്. അതുകൊണ്ട് റെയിൽവേക്ക് അത് സംബന്ധിച്ച വലിയ ഉത്തരവാദിത്തമില്ല എന്ന സൂചന നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എന്താണ് നടപടി, തുടർ നടപടി എന്ന ചോദ്യത്തിന് റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേക തരത്തിലുള്ള അന്വേഷണം ആഭ്യന്തരമായി നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന് ശേഷം കുറ്റക്കാരാര് എന്ന് റെയിൽവേ കണ്ടെത്തിയ ശേഷം റെയിൽവേ അത് വിശദീകരിക്കുമെന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ ആരാണ് കുറ്റവാളി, എന്താണ് ഈ സംഭവിച്ചത് എന്ന കാര്യത്തിലുള്ള ഉത്തരവാദിത്തം റെയിൽവേ ഏറ്റെടുക്കുന്നില്ല. മറിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരുന്നു സർക്കാർ. പലതവണ യോഗങ്ങളിലും റെയിൽവേയുടെ DRM അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നില്ല. അത് സർക്കാർ ആരോപണമായി മുന്നോട്ട് വച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, DRM അത്തരം യോഗങ്ങൾ പങ്കെടുക്കാറില്ല, മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു എന്ന വാക്കുകൾ അദ്ദേഹം ഒതുക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടത്തിൽ ഈ നഷ്ടപരിഹാരം നൽകുമെന്ന ചോദ്യത്തിലാണ്. അതിലാണ് വലിയ ഉരുണ്ടുകളി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം പറയുന്നത് നഷ്ടപരിഹാരം നൽകുന്നതിനെ സംബന്ധിച്ച് ചില നിയമപരമായ കാര്യങ്ങളുണ്ട്. നിയമപരമായ കാര്യങ്ങൾ മാത്രം പരിശോധിച്ച് മാത്രമേ അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അത് എപ്പോഴെടുക്കും, ആരാണ് തീരുമാനമെടുക്കും എന്ന കാര്യത്തെ സംബന്ധിച്ച് DRM മറുപടി പറയുന്നില്ല. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ നഷ്ടപരിഹാരം നൽകില്ല, മടിയുണ്ട് എന്നുള്ള സൂചന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വരികളിലുണ്ട്. അത് പറയുന്നത് ജോയ് ഒരു കരാർ തൊഴിലാളി മാത്രമാണ് എന്ന സൂചനയാണ്. അതായത് റെയിൽവേ കരാർ നൽകി, ആ കരാർ തൊഴിലാളിയെ സംബന്ധിച്ചുള്ള സുരക്ഷിതത്വം ഒരുക്കേണ്ടത് ആ കരാർ കമ്പനിയാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച നഷ്ടപരിഹാരം നൽകേണ്ട ഉത്തരവാദിത്വം റെയിൽവേയിൽ നിക്ഷിപ്തമല്ല എന്ന സൂചനയാണ്. 1-2 കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം. ഒന്ന്, ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേ ഏറ്റെടുക്കുന്നില്ല. മാലിന്യം നീക്കുന്നതിന്റെ ഉത്തരവാദിത്വവും റെയിൽവേ ഏറ്റെടുക്കുന്നില്ല. മറ്റൊന്ന്, നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും റെയിൽവേ ഉരുണ്ട് കളിക്കുന്നു. നേരത്തെ എടുത്ത നിലപാടിൽ, അപകടം നടന്ന സമയത്തെടുത്ത റെയിൽവേയുടെ നിലപാടിൽ ഇപ്പോഴും DRM ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ മുഖവരയായി സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രഹരമേറ്റിട്ട് പോലും നിലപാട് തിരുത്താൻ റെയിൽവേ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വല്ലാത്ത ഉരുണ്ടുകളിയിലേക്ക് റെയിൽവേ DRM ഉന്നത ഉദ്യോഗസ്ഥരും പോയിക്കൊണ്ടുമിരിക്കുന്നു. ഷമി.
നിർവനി ഏതാണ്ട് 50-60 ട്രെയിനുകളാണ് ഒരു ദിവസം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിക്കുന്നത്. ഈ ട്രെയിനുകളിലെ മാലിന്യം എങ്ങനെയാണ് റെയിൽവേ സംസ്കരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ടോ? പുറത്തേക്ക് ഇത് അയക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടോ? സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ്. കാരണം ഇന്ത്യൻ റെയിൽവേയിൽ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ തന്നെ ഈ കൊച്ചുവേളിയിലും കൊച്ചിയിലുമൊക്കെ സമാനമായ അഭിപ്രായവും ആരോപണങ്ങളും ഉയർന്നു വരുന്ന കാര്യമാണ്. ഈ ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ പലതരത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, റെയിൽവേയിൽ അവരുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലുമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വ്യക്തമായ നിലപാട്, പ്രത്യേക പ്രോട്ടോകോളും റെയിൽവേക്കുണ്ട്. അത് റെയിൽവേക്ക് ഉള്ളിൽ നിന്ന് ഈ കനാലിലടക്കം വരുന്ന മാലിന്യങ്ങൾ റെയിൽവേയുടെ ഭാഗമായി നിക്ഷേപിക്കുന്നില്ല. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം റെയിൽവേ തന്നെ പരിഹരിക്കുന്നുണ്ട് എന്നതാണ്. അത് എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. കാരണം അതിന് കൂടുതൽ ഉത്തരങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വരും. കാരണം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലടക്കം ഈ മാൻഹോളുകൾ തുറന്ന് റെയിൽവേ തന്നെ മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട് എന്ന തെളിവുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ മാലിന്യം നീക്കുന്ന ഘട്ടങ്ങളിൽ റെയിൽവേയിൽ ഉപയോഗിക്കുന്ന കുപ്പിവെള്ളത്തിന്റെ സാമ്പിളുകളും ഗാർബേജുകളും ഒക്കെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. അത് ഉറപ്പായും റെയിൽവേ അകത്ത് നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളായിരിക്കും. അതുകൊണ്ട് അവർക്ക് അത്തരം കാര്യങ്ങളിൽ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ അവർക്ക് നിരത്താൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് ഈ DRM ആയിട്ടുള്ള അദ്ദേഹം ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. മനീഷ് ദബ്ലാൽ ആണ് തിരുവനന്തപുരത്തെ DRM. അദ്ദേഹമായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. ഒരു കണക്കിന് കോടതിയുടെ ഈ ശാസന ഏറ്റ ശേഷം ഒരുവിധം കോടതിയിൽ പരിക്കില്ലാത്ത തരത്തിലുള്ള ബുദ്ധിപൂർവമായ മറുപടിയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. ഒന്ന് അഡ്മിറ്റ് ചെയ്യുന്നില്ല. അത് അദ്ദേഹമാണ് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട അപകടത്തിൽ അവർക്കെന്തെങ്കിലും പങ്കുണ്ട് എന്ന സൂചന അദ്ദേഹം നൽകുന്നില്ല. കാരണം അങ്ങനെ നൽകിയാൽ നഷ്ടപരിഹാരം അടക്കം പരിശോധിക്കുമെന്നൊരു വാക്ക് നൽകിയാൽ സ്വാഭാവികമായും കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നൊരു ഭയം റെയിൽവേ അലട്ടുന്നുണ്ട്. ബോധപൂർവ്വം ഈ വിഷയത്തിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമാണ് റെയിൽവേയുടെ DRMന്റെ ഭാഗത്ത് നിന്ന് ഇന്നും ഉണ്ടായത്. ഷമി.